ഈ എന്താ പറഞ്ഞത്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണുമ്പോൾ എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. ശരിയാണ്, അത് ഒരു നടക്കുന്ന കാര്യമല്ല. കാരണം പൊതുവേ നമുക്ക് റേപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു നിയമമുണ്ട്. നമ്മൾ ഒരാളെ ഒരു തവണ റേപ്പ് ചെയ്യുള്ളൂ, പിന്നെ നമ്മൾ അയാളെ റേപ്പ് ചെയ്യുള്ളൂ, പിന്നെ വേറെ ആളായിരിക്കും റേപ്പ് ചെയ്യണം. അതുകൊണ്ട് ഒരാൾ ഒരു കുട്ടിയെ തന്നെ പലതവണ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. മീൻസ് അന്നേരം അവർ കാണിക്കുന്നത് ആരാണോ പീഡിപ്പിച്ചത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക. പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. ഒരു കഥ ചൊല്ലിട്ടുമാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ടീനേജ് ഇയേഴ്സിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ്. വളരെ യങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, ഷി വാസ് ഷെയറിങ് ഹർ എക്സ്പീരിയൻസ് വിത്ത് മൈ മം. ഷി വാസ് സെക്ഷലി അബ്യൂസ്ഡ്. അങ്ങനെ പുള്ളിക്കാരി ഒരു അതോറിറ്റിയിൽ പോയിട്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന 2 പുരുഷന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം. അരോചകമാണെങ്കിലും ഇവർ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു. അതോറിറ്റി ഉള്ള 2 ആൾക്കാർ ചോദിക്കുകയാണ്, അവൻ തന്നെ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഞങ്ങളാണെങ്കിൽ ഇതല്ല ചെയ്യുന്നത്, ഇത് ഒഴിവാക്കിക്കൂടെ, ഇതൊരു പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇതാണ്. ആണുങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. കള്ളക്കേസൊക്കെ ആണെങ്കിൽ അവരനുഭവിക്കും. 2 പേരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണ്ട. പക്ഷേ എന്താണ് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്.